എല്ലാ മാസവും ഒരു മുടക്കവുമില്ലാതെ നിങ്ങളുടെ ഹോം ലോൺ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 വർഷം കടന്നുപോയി. വലിയൊരു തുക നിങ്ങൾ ബാങ്കിലേക്ക് അടയ്ക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ ലോൺ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ ലോൺ തുകയിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ലാത്തതായി കാണാം. ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മൾ അടയ്ക്കുന്ന ഓരോ EMIയും നമ്മുടെ ലോൺ തുകയെ പടിപടിയായി കുറയ്ക്കുന്നു എന്നാണ്. എന്നാൽ ഒരു ഹോം ലോൺ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ലോണിന്റെ ആദ്യ വർഷങ്ങളിൽ നിങ്ങൾ അടയ്ക്കുന്ന EMIയുടെ ഭൂരിഭാഗം പങ്കും പോകുന്നത് പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ലോണിന്റെ അസൽ തുകയിലേക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പോകുന്നുള്ളൂ. പിന്നീട് ലോൺ കാലാവധി പകുതിയൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു രീതി മാറാൻ തുടങ്ങുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ലളിതമായി നോക്കാം. ബാങ്ക് ബസാർ ഡയറക്ടറായ അങ്കിത് ബഗാഡിയ പറയുന്നത്, നമ്മൾ അടയ്ക്കാനുള്ള ആകെ ലോൺ തുകയുടെ പുറത്താണ് ബാങ്കുകൾ എല്ലാ മാസവും പലിശ കണക്കാക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ലോണിന്റെ തുടക്കത്തിൽ ആകെ തുക കൂടുതലായതിനാൽ പലിശ ഇനത്തിൽ പോകുന്ന തുകയും വളരെ കൂടുതലായിരിക്കും. ഒരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം. നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ലോൺ 8% പലിശ നിരക്കിൽ 20 വർഷത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ EMI വരുന്നത് ഏകദേശം 8364 രൂപയാണ്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ അടയ്ക്കുന്ന ഈ ആദ്യ മാസത്തെ 8364 രൂപയിൽ വെറും 1697 രൂപ മാത്രമേ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി വരുന്ന 6667 രൂപയും ബാങ്ക് പലിശ ഇനത്തിലേക്കാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു വർഷത്തെ കൃത്യമായ കണക്കെടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഒരു വർഷം കൊണ്ട് നിങ്ങൾ ബാങ്കിലേക്ക് അടയ്ക്കുന്ന ആകെ തുക ഏകദേശം 1,368,000 രൂപയാണ്. കേൾക്കുമ്പോൾ വലിയൊരു തുകയായി തോന്നും. പക്ഷേ ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം, നിങ്ങൾ അടച്ച ഈ 1,00,000-ലധികം രൂപയിൽ വെറും പലിശയായി മാത്രം ബാങ്കിലേക്ക് പോകുന്നത് 79,236 രൂപയാണ്. അതായത് നിങ്ങളുടെ ആകെ ലോൺ തുകയിൽ നിന്ന് യഥാർത്ഥത്തിൽ കുറയുന്നത് വെറും 21,137 രൂപ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 1,00,000-ലധികം രൂപ നിങ്ങൾ അടച്ചിട്ടും നിങ്ങളുടെ 10 ലക്ഷത്തിന്റെ ലോൺ വെറും 9.78 ലക്ഷമായി മാത്രമാണ് കുറയുന്നത്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷെ ഇതാണ് ഹോം ലോണിന്റെ യഥാർത്ഥ വശം. പക്ഷെ ഇതിൽ നല്ലൊരു വശമുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും നിങ്ങളുടെ ബാക്കി നിൽക്കുന്ന ലോൺ തുക പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അതോടൊപ്പം തന്നെ പലിശ ഇനത്തിലേക്ക് പോകുന്ന തുകയും കുറയും. ഫലം എന്താണ്? നിങ്ങളുടെ EMIയിൽ നിന്നും വലിയൊരു പങ്ക് അസൽ തുക കുറയ്ക്കാനായി ഉപയോഗിക്കാൻ ബാങ്കിന് സാധിക്കും. ലോണിന്റെ പകുതി കാലാവധി കഴിയുമ്പോൾ ഈ മാറ്റം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ലോണിന്റെ കൃത്യം പകുതിയാകുമ്പോൾ, അതായത് ഏകദേശം 10 മുതൽ 13 വർഷം വരെയുള്ള കാലയളവിൽ ഇതിൽ വലിയൊരു മാറ്റം വരും. നമ്മുടെ ലോൺ തുക പതുക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ട് പലിശ ഇനത്തിലേക്ക് പോകുന്ന പണം കുറയുകയും നമ്മൾ അടയ്ക്കുന്ന EMIയിലെ വലിയൊരു പങ്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കാനായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളുടെ EMI മാസം തോറും ഒരേ തുക തന്നെ ആയിരുന്നിട്ടും ലോണിന്റെ രണ്ടാം പകുതിയിൽ ബാക്കി തുക വളരെ വേഗത്തിൽ കുറയുന്നത്. ഈ അസൽ തുക നമുക്ക് ഇതിലും വേഗത്തിൽ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള ഏറ്റവും മികച്ച വഴി ചെറിയ തുകകൾ മുൻകൂട്ടി അടയ്ക്കുക അല്ലെങ്കിൽ പാർട്ട് പ്രീപേയ്മെന്റ് നടത്തുക എന്നതാണ്. നമ്മുടെ ഈ 10 ലക്ഷം രൂപയുടെ ലോൺ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 6ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെ എല്ലാ വർഷവും 10,000 രൂപ വീതം അധികമായി മുൻകൂട്ടി അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് 5 വർഷം കൊണ്ട് നിങ്ങൾ ആകെ 50,000 രൂപ അധികമായി അടച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പലിശ ഇനത്തിൽ നിന്ന് ഏകദേശം 84,000 രൂപയോളം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. മാത്രമല്ല 20 വർഷത്തെ നിങ്ങളുടെ ലോൺ കാലാവധി 1 വർഷവും 4 മാസവും മുൻപേ, അതായത് 18 വർഷവും 8 മാസവും കൊണ്ട് തന്നെ പൂർണ്ണമായി അടച്ചു തീർക്കാനും സാധിക്കും. കാരണം നിങ്ങളുടെ പ്രതിമാസ EMI കൂട്ടാതെ തന്നെ വെറും 5 വർഷം കൊണ്ട് ആകെ 50,000 രൂപ മുൻകൂട്ടി അടച്ചതിലൂടെ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിഞ്ഞത് ഏകദേശം 84,000 രൂപയുടെ പലിശയാണ്. അത് മാത്രമല്ല 16 മാസം മുൻപേ തന്നെ നിങ്ങളുടെ ലോൺ പൂർണ്ണമായി അടച്ചു തീർക്കാനും കഴിഞ്ഞു. ഇതിന്റെ പിന്നിലെ കാരണം വളരെ ലളിതമാണ്. നമ്മൾ അടയ്ക്കുന്ന ഓരോ അധിക തുകയും നേരെ പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണ്, പലിശയിലേക്കല്ല. അങ്ങനെ നമ്മുടെ അസൽ തുക പെട്ടെന്ന് കുറയുമ്പോൾ ബാങ്ക് അടുത്ത മാസം മുതൽ പലിശ കണക്കാക്കുന്നത് ആ കുറഞ്ഞ തുകയുടെ പുറത്തായിരിക്കും. ഇത് കാരണം നമ്മൾ അടുത്ത മാസം അടയ്ക്കുന്ന സാധാരണ EMIയിൽ നിന്നും വലിയൊരു പങ്ക് ലോൺ തുക വേഗത്തിൽ കുറയ്ക്കാനായി ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ വർഷവും നമ്മൾ ഈ അധിക തുക അടച്ചതിന് ശേഷം ബാക്കി നിൽക്കുന്ന ലോൺ ബാലൻസ് എടുത്തു നോക്കിയാൽ ഈ ഒരു മാജിക് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിൽ പലരും വിചാരിക്കുന്ന രീതിയിലല്ല ഹോം ലോൺ വർക്ക് ചെയ്യുന്നത്. ലോണിന്റെ ആദ്യ വർഷങ്ങളിൽ ബാക്കി നിൽക്കുന്ന തുക വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന പണത്തിന്റെ സിംഹഭാഗവും പലിശയിലേക്കാണ് പോകുന്നത്. എന്നാൽ ലോണിന്റെ ബാക്കി തുക പതുക്കെ കുറഞ്ഞു വരുന്നതോടെ നിങ്ങളുടെ EMIയിലെ വലിയൊരു പങ്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കാനായി ഉപയോഗിക്കപ്പെടും.
ലോൺ തിരിച്ചടവിന്റെ ഈ ഒരു രീതി കൃത്യമായി മനസ്സിലാക്കിയാൽ ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ നേരത്തെ 10 ലക്ഷത്തിന്റെ ലോൺ കണ്ട പോലെ ആദ്യ വർഷങ്ങൾ നിങ്ങൾ നടത്തുന്ന വളരെ ചെറിയ മുൻകൂർ അടവുകൾ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ പലിശ ഭാരം ഒഴിവാക്കാനും നിശ്ചയിച്ച കാലാവധിക്ക് മുൻപ് തന്നെ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും നിങ്ങളെ സഹായിക്കും.